Second runner-up. BB6-ലെ രാജകുമാരി ജാസ്മിൻ സെക്കൻഡ് റണ്ണറപ്പ് പൊസിഷനിൽ വന്നിരിക്കുകയാണ്. എനിക്ക് പേഴ്സണലി ഒരു വിഷമമുണ്ട്. കാരണം ജാസ്മിന് സെക്കൻഡ് റണ്ണറപ്പ് പൊസിഷൻ അല്ലായിരുന്നു കിട്ടേണ്ടിയിരുന്നത്, അതിനും മേലെയായിരുന്നു കിട്ടേണ്ടിയിരുന്നത്. BB6 സൂപ്പർ ഹിറ്റ് ആക്കിയ ഒരു പെൺപുലി തന്നെയാണ് ജാസ്മിൻ. സീസൺ 6 മികച്ച മത്സരാർത്ഥിയായിട്ട് തന്നെയാണ് ജാസ്മിൻ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. വിന്നർ പൊസിഷനുള്ള ഒരാൾക്ക് എന്തൊക്കെ പരിഗണന കിട്ടാവോ അതിനെല്ലാം അർഹതയുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് ജാസ്മിൻ. കാരണം ബിഗ് ബോസ് ഷോയിൽ അത്ര മികച്ച പ്ലേ ആണ് ജാസ്മിൻ കളിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഹൗസിൻ്റെ ഉള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗെയിമിലാണെന്നുണ്ടെങ്കിലും, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം ജാസ്മിൻ വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. തീർച്ചയായും ജാസ്മിൻ സൂപ്പർ പ്ലെയർ തന്നെയായിരുന്നു. എത്ര പേര് എതിർത്ത് നിന്നാലും സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് ജാസ്മിൻ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ 23 അല്ലെങ്കിൽ 24 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് എന്ത് കൊടിയ പ്രശ്നങ്ങളും അതിജീവിക്കാൻ സാധിക്കുമെന്ന് ജാസ്മിൻ ഇതിലൂടെ തെളിയിച്ചിട്ടുണ്ട്. ജാസ്മിൻ ശക്തമായിട്ടുള്ളൊരു BB മെറ്റീരിയൽ തന്നെയായിരുന്നു. ജാസ്മിൻ സ്ട്രോങ് ആയിട്ടല്ല, ഡബിൾ സ്ട്രോങ് ആയിട്ടായിരുന്നു നിന്നിരുന്നത്. ജാസ്മിനെതിരെ എത്ര പേര് വന്നാലും അവരോടെല്ലാം പൊരുതാനുള്ള ഒരു കപ്പാസിറ്റി ജാസ്മിൻ ഉണ്ടായിരുന്നു. നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, ജാസ്മിൻ നല്ല രീതിയിൽ, ഒന്നുകൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ അർജുനെക്കാട്ടിയും കുറച്ചും കൂടി നല്ല രീതിയിലൊരു മികച്ച പ്ലെയർ തന്നെയായിരുന്നു ജാസ്മിൻ. ജാസ്മിന് അർഹിച്ച ഒരു പൊസിഷൻ അല്ല ഇന്ന് കിട്ടിയത് എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. അതുപോലെ തന്നെ ജാസ്മിന് നെഗറ്റീവ്സ് ഉണ്ടാകാം, പക്ഷേ ഈ ഷോയിൽ ജാസ്മിനായിരുന്നു കണ്ടന്റ് കൂടുതൽ കൊടുത്തിരുന്നത്. ഇന്നിപ്പോൾ 3-ാം സ്ഥാനത്തേക്ക് ജാസ്മിൻ ഷോയിൽ പിന്തള്ളപ്പെട്ടതിൻ്റെ ഉത്തരവും ആ ഒരു കോംബോ ആയിരിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാലും 6-ാം സീസണിലെ ഫൈനലിൽ ഉണ്ടായ ഒരേ ഒരു സ്ത്രീ എന്ന നിലയിൽ ജാസ്മിന് അഭിമാനിക്കാം. ആ ഒരു സ്ഥാനം അടയാളപ്പെടുത്തിയാണ് ജാസ്മിൻ മടങ്ങിയിരിക്കുന്നതും.